തആല ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി തരട്ടെ. നമുക്കറിയാം, ഈ അടുത്ത് നടന്ന SJMന്റെ പരിപാടികളിൽ, ഈ അടുത്ത് നടന്ന എല്ലാ പരിപാടികളിലും ചാമ്പ്യനായത്, ഏകദേശം 3 പരിപാടികളിലും ചാമ്പ്യനായത് ബാദപ്പണി മദ്രസയാണ്. അല്ലാഹു തആല ഇനിയും ഉന്നതികൾ അല്ലാഹു നമ്മുടെ നാടിന് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ഉസ്താദന്മാർ അതിന് കാരണക്കാരാണ്. അല്ലാഹു തആല ഈ നാട്ടിൽ മദ്രസ എടുക്കുന്ന ഉസ്താദന്മാർ, സദർ ഉസ്താദ് അടക്കമുള്ള സദീഖ് സഅദി ഉസ്താദ്, നമുക്ക് പരിചയമുള്ള ഉസ്താദാണ്, ഉസ്താദ് അടക്കമുള്ള എല്ലാ ഉസ്താദന്മാർക്കും അല്ലാഹു തആല ബറക്കത്ത് ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഞാൻ നീട്ടി പറയുന്നില്ല. 9 മണിക്കാണ് ഇവിടെ തുടങ്ങുക എന്ന് പറഞ്ഞതുകൊണ്ട് 9 മണിക്ക് എത്തിയതാണ്. പക്ഷെ തങ്ങൾ ഉസ്താദ് ആരോഗ്യ പ്രശ്നം കൊണ്ട് പെട്ടെന്ന് വന്നു. അതുപോലെ നമ്മുടെ നാട്ടിൽ പെട്ടെന്ന് ഈ പരിപാടി നിർത്തണമെന്ന ആവശ്യമുള്ളത് കൊണ്ടും ഞാൻ നീട്ടി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരല്പം നേരം മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. സഹോദരങ്ങളെ, നമ്മുടെ നാട്ടിൽ വളരെ മനോഹരമായ നല്ലൊരു പള്ളി അല്ലാഹു തആല നമുക്ക് തന്നു. അല്ലാഹു തആല അതിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ നാടിനെ ഇനിയും ഉന്നതികളിലേക്ക് എത്തിച്ചു തരുമാറാകട്ടെ. അല്ലാഹു തആല ഖുർആനിൽ പറയുന്നുണ്ട്, ذَلِكَ وَمَن يُعَظِّمْ شَعَائِرَ اللَّهِ فَإِنَّهَا مِن تَقْوَى الْقُلُوبِ. അല്ലാഹു തആല ബഹുമാനിച്ച കാര്യങ്ങളെ, അല്ലാഹു തആല ആദരിച്ച കാര്യങ്ങളെ, അല്ലാഹു തആല ബഹുമാനം നൽകിയ കാര്യങ്ങളെ ആരാണോ ബഹുമാനിക്കുന്നത് അതവന്റെ ഖൽബിന്റെ തഖ്വയിൽപ്പെട്ടതാണ്. നമ്മുടെ ഖൽബ് നന്നാകാനുള്ള കാരണമാണ്, നമ്മുടെ ഖൽബ് വിജയിക്കാനുള്ള കാരണമാണ്. നിന്റെ ഖൽബിലുള്ള തഖ്വ നന്നാകണോ? നിന്റെ ഖൽബ് നന്നാകണോ? റബ്ബ് ബഹുമാനിച്ചതിനോട് ബഹുമാനം വേണം. സുബ്ഹാനല്ലാഹ്, നമ്മുടെ ഈ നാട്ടിന്റെ സുന്ദരമായ പരിപാടി, നല്ല ചെലവുള്ള പരിപാടിയാണ്. അപ്പൊ അതിന് പിരിവുകൾ ആവശ്യമാണ്. അതുപോലെ നമ്മുടെ സ്ത്രീകളടുത്തേക്ക് കുട്ടികൾ ബക്കറ്റ് കൊണ്ടുവരുമ്പോൾ നല്ല സഹകരണം നിങ്ങൾ കൊടുക്കുന്നവരാകണം. മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു പറയുന്ന ഹദീസ് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദിവസം സ്ത്രീകൾക്ക് വഅദ് പറഞ്ഞു കൊടുക്കുമ്പോൾ പറഞ്ഞു, ഞാൻ ഇസ്രാഇന്റെ രാത്രികളിൽ കടന്നുപോയപ്പോ അവിടെ അധികവും ഉണ്ടായത് സ്ത്രീകളാണ്, നിങ്ങളെയാണ് ഞാൻ അധികവും കണ്ടത് എന്നൊരു മഹിളാ ക്ലാസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ആ സമയത്ത് പറയാണ്, നിങ്ങൾ പേടിക്കേണ്ടതില്ല, നിങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു മാർഗം പറഞ്ഞു തരാം, നിങ്ങൾ ധാരാളം സദഖകൾ കൊടുക്കുന്നവരാകണം എന്ന്. ബിലാൽ റളിയല്ലാഹു അൻഹു ആ പിരിവിനിങ്ങനെ പോയപ്പോ ആ സ്ത്രീകൾ അവരിലുണ്ടായിരുന്ന സ്വർണങ്ങൾ വരെ അവിടുന്ന് നൽകി എന്നാണ്. അതുകൊണ്ട് വലിയ സഹകരണം നൽകണം. അല്ലാഹു തആല നമ്മുടെ നാടിനെ ദീനീ വിഷയങ്ങളിൽ ഇനിയും വളർത്തി തരുമാറാകട്ടെ. സഹോദരങ്ങളെ, അല്ലാഹു തആല ഖുർആനിൽ പറയാണ്, അല്ലാഹു തആല ബഹുമാനിച്ച എന്തെല്ലാം ഉണ്ടോ അതിനെയെല്ലാം ബഹുമാനിക്കൽ അത് നിങ്ങളുടെ ഖൽബിന്റെ തഖ്വയാണ്. നമ്മുടെ ഖൽബ് നന്നാകാനുള്ള കാരണമാണ്. എന്തിനാ ഖൽബ് നന്നാകേണ്ടത്? ഞാൻ നീട്ടി പറയുന്നില്ല, ചെറിയ സമയങ്ങളെ കൊണ്ട് ഞാൻ പറഞ്ഞു നിർത്തണം. ഖുർആനിൽ അല്ലാഹു തആല പറയുന്നുണ്ടല്ലോ, ഖദ് അഫ്ലഹ മൻ സക്കാഹാ. അല്ലാഹു തആല ഖുർആനിൽ ധാരാളം ഇടത്ത് സത്യമിട്ട് പറയുന്നുണ്ട്, ധാരാളം സത്യമിട്ട് പറയുന്നുണ്ട്. വല്ളുഹാ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. മാത്രമല്ല വൽ ഫജ്ർ വലയാലിൻ അശ്ർ. ഇങ്ങനെ തുടങ്ങി ധാരാളം ഇടത്ത് സത്യമിട്ട് പറയുന്നുണ്ട്. പക്ഷേ ഖുർആനിൽ ഇത്രയും സത്യമിട്ട് പറഞ്ഞ മറ്റൊരു സ്ഥലം ഇല്ല. ഏതാണത്? വശംസി വദുഹാഹാ വൽ ഖമരി إذا تلاها والنهار إذا جلاها والليل إذا يغشاها والسماء وما بناها. ഇങ്ങനെ തുടർന്നുകൊണ്ട് സത്യമിട്ട് പറയാൻ, സൂര്യനെ തന്നെ സത്യം, ചന്ദ്രനെ തന്നെ സത്യം, പകലിനെ തന്നെ സത്യം, രാത്രിയെ തന്നെ സത്യം, ഇങ്ങനെ തുടങ്ങി 11ഓളം സത്യമിട്ടുകൊണ്ട് 11ഓളം സത്യമിട്ടുകൊണ്ട് അല്ലാഹു പറയുന്നു, ഖദ് അഫ്ലഹ മൻ സക്കാഹാ. ആ
ആരാണോ ഖൽബ് സംസ്കരിച്ചെടുക്കുക, ആരുടെ ഹൃദയമാണോ സംസ്കൃതമാവുക, ആരുടെ ഖൽബാണോ നന്നാവുക, അവൻ വിജയിച്ചുപോയി. വഖദ് ഖാബ മൻ ദസ്സാഹാ. ഖൽബ് മോശമായ ആൾ അവൻ പരാജയപ്പെട്ടുപോയി. അതുകൊണ്ട് നമ്മുടെ ഖൽബാണ് നമ്മൾ നന്നാക്കേണ്ടത്. പരിശുദ്ധ റമദാനാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത്. ഈ റമദാൻ മാസം നമ്മളിലേക്ക് കടന്നു വരുമ്പോ ഈ ശഅബാൻ കൊണ്ട് നമ്മുടെ ഹൃദയത്തെ ഒന്ന് ക്ലിയർ ആക്കണം, നമ്മുടെ ഖൽബൊന്ന് നന്നാക്കി തീർക്കണം. എന്നാലേ നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. പരിശുദ്ധ റമദാൻ മാസത്തില് നിങ്ങൾ ധാരാളം പട്ടിണിയിരുന്നത് കൊണ്ട് കാര്യമാകുന്നില്ലല്ലോ, ധാരാളം പട്ടിണിയിരുന്നത് കൊണ്ട് കാര്യമാകുന്നില്ലല്ലോ, ധാരാളം നോൻപ് പിടിച്ചതുകൊണ്ട് കാര്യമില്ലല്ലോ. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു ഹദീസ് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാൻ, മല്ലം യദ ഖൗലസ്സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫീ അൻ യദഅ തആമഹു വശറാബഹു. സഹീഹുൽ ബുഖാരിയിലെ ഹദീസാണ്. ആരെങ്കിലും ഒരുത്തൻ തിന്മകളിൽ നിന്ന് മാറി നിൽക്കുന്നില്ലെങ്കിലോ, തെറ്റായ കർമ്മങ്ങളെ വർജിച്ചു ജീവിക്കുന്നില്ലെങ്കിലോ, തെറ്റായ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നില്ലെങ്കിലോ അവൻ ഭക്ഷണം ഒഴിവാക്കേണ്ട ആവശ്യമില്ല, അവൻ പട്ടിണി കിടക്കേണ്ട ആവശ്യം റബ്ബിനിക്കില്ല, അവൻ വെള്ളം ഒഴിവാക്കേണ്ട ആവശ്യം റബ്ബിനിക്കില്ല, അവൻ നോമ്പ് പിടിക്കേണ്ട കാര്യം റബ്ബിനിക്കില്ല. മറിച്ച് എന്താണ് വേണ്ടത്? ആ റമദാൻ മാസം കൊണ്ട് നമ്മുടെ ഹൃദയം ഒന്ന് നന്നായി കിട്ടണം, നമ്മുടെ അഅ്മാലുകളൊന്ന് നന്നായി പോകണം. അതല്ലേ നമ്മുടെ നോൻപുകളെ കൊണ്ട് നാം ലക്ഷ്യമാക്കുന്നത്. ഖുർആനിൽ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ടല്ലോ, യാ അയ്യുഹല്ലദീന ആമനൂ. അല്ലാഹു തആല വിളിക്കുകയാണ്, ഓ മുഅ്മിനീങ്ങളെ. ആ വിളി തന്നെ എത്ര മനോഹരമായ വിളിയാണ്. ഓ ഈമാനുള്ളവരെ, ഓ എന്നെ വിശ്വസിക്കുന്നവരെ, ഓ അന്ത്യനാളിൽ വിശ്വാസമുള്ളവരെ, സ്വർഗമുണ്ട് നരകമുണ്ട് എന്ന് വിശ്വസിച്ചവരെ. വിശ്വസിക്കാത്തവരോടല്ലല്ലോ സംസാരം, സംസാരം ആരോടാണ്? എന്നെ വിശ്വസിക്കുന്ന എന്റെ മുഅ്മിനീങ്ങളായ അടിമകളെ, കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും. നിങ്ങൾക്ക് മാത്രമല്ലല്ലോ നോൻപ് നിർബന്ധമായത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തീങ്ങളായ നമുക്ക് മാത്രമല്ലല്ലോ നോൻപ് നിർബന്ധമായത്, മറിച്ച് മുൻഗാമികളായ എല്ലാവർക്കും നോൻപ് കൊടുത്തിട്ടുണ്ട്, നോൻപ് നിർബന്ധമാക്കിയിട്ടുണ്ട്. അല്ലാഹു തആല ഖുർആനിൽ പറയാ, ആ മുൻഗാമികൾക്ക് നോൻപ് നിർബന്ധമാക്കിയതുപോലെ നിങ്ങൾക്കും ഞാൻ നോൻപ് നിർബന്ധമാക്കി തന്നില്ലേ? എന്തിനു വേണ്ടിയാ? രാവിലെ മുതൽ വൈകുന്നേരം വരെ, പ്രഭാതം മുതൽ പ്രദോഷം വരെ പട്ടിണി കിടന്നുകൊണ്ട്, ഭക്ഷണം ഒഴിവാക്കിക്കൊണ്ട്, ശഹ്വത്തുകളിൽ നിന്ന് മാറി നിന്ന്, തിന്മകളെല്ലാം വർജിച്ചുകൊണ്ട്, നന്മകൾ മാത്രം ചെയ്തുകൊണ്ട് ഇത്രയും പ്രയാസപ്പെട്ടു നാം നോൻപ് നോൽക്കുന്നത് എന്തിനാണ്? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾക്ക് തഖ്വയുണ്ടാകാൻ വേണ്ടിയാണ്, നിങ്ങളുടെ മനസ്സിന് മാറ്റം വരാൻ വേണ്ടിയാണ്, നിങ്ങളുടെ ഹൃദയങ്ങൾക്ക് മാറ്റം അനുഭവപ്പെടാൻ വേണ്ടിയാണ്, നിങ്ങളുടെ ഖൽബൊന്ന് ചേഞ്ച് ആവാൻ വേണ്ടിയാണ്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ഖൽബിനെയാണ് നാം നന്നാക്കേണ്ടത്. അതാണ് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞത്, വമൻ യുഅദ്ദിം ശആയിറല്ലാഹി ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്.
റബ്ബ് ബഹുമാനിച്ചതിനോട് വലിയ ബഹുമാനമുള്ളവരാകണം. അല്ലാഹു തആല ആദരിച്ചതിനോട് വലിയ ആദരവുണ്ടാകണം. അല്ലാതെ നാം കിബറന്മാരായി പോകരുത്, അഹങ്കാരികളായി പോകരുത്. ഞാൻ വലിയ പണക്കാരനല്ലേ, ഞാൻ വലിയ സമ്പത്തുള്ളവനല്ലേ, ഞാൻ വലിയ അധികാരമുള്ളവനല്ലേ, ഞാൻ നല്ല അനുഗ്രഹമുള്ളവനല്ലേ എന്നുള്ള കിബർ നമ്മളിലേക്ക് വന്നു പോകരുത്. അഹങ്കാരത്തിന്റെ ലാഞ്ചനം പോലും നമ്മളെ തൊട്ടു പോകരുത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, നിങ്ങളിൽ ആരെങ്കിലും ഒരാളിൽ ഒരു അണുമണി തൂക്കം കിബറുണ്ടെങ്കിൽ, അഹങ്കാരമുണ്ടെങ്കിൽ അവൻ സ്വർഗത്തിൽ കടക്കൂല. അതുകൊണ്ട് കിബറുള്ളവരാകരുത്, നല്ല ബഹുമാനമുള്ളവരാകണം. കിബർ കാണിച്ചുകൊണ്ട് നശിച്ചുപോയ എത്ര ആൾക്കാരുണ്ട്. നമുക്ക് പറയുകയാണെങ്കിൽ ഖുർആനിൽ തന്നെ അല്ലാഹു പറഞ്ഞില്ലേ, വലഖദ് ഖലഖനാകും സുമ്മ സവ്വർനാകും സുമ്മ ഖുൽനാ ലിൽ മലായികതി ഇസ്ജുദൂ ലി ആദമ ഫസജദൂ ഇല്ലാ ഇബ്ലീസ ലം യകും മിനസ് സാജിദീൻ. അല്ലാഹു തആല വളരെ മാന്യനായ മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടത്തെ പടച്ചു വലിയ ബഹുമാനം നൽകി. അല്ലാഹു തആല ആദരിച്ചു. എന്നിട്ട് മലക്കുകളോട് പറഞ്ഞു, അല്ല മലക്കുകളെ, സുജൂദ് ചെയ്യണേ. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആദരിച്ചുകൊണ്ട് റബ്ബാകുന്ന എനിക്ക് സുജൂദ് ചെയ്യണേ. സുജൂദ് ചെയ്യേണ്ടവൻ അല്ലാഹു മാത്രമാണ്, അല്ലാതെ സൃഷ്ടികൾക്ക് സുജൂദ് പാടില്ല. മഖാമുകളിൽ ചെന്ന് സുജൂദ് ചെയ്യുന്ന ചില ആളുകളെ കാണാം. ഒരിക്കലും നമ്മുടെ ഫിഖ്ഹ് അങ്ങനെ പഠിപ്പിക്കുന്നില്ല. അല്ലാഹുവിന് മാത്രമാണ് സുജൂദ്. ആ സുജൂദ് ചെയ്യാൻ റബ്ബ് കൽപ്പിച്ചപ്പോ മഹാന്മാരായ മലക്കുകളെല്ലാം സുജൂദ് ചെയ്തു. പക്ഷേ ഇബ്ലീസ് സുജൂദ് ചെയ്യുന്നില്ല. കാരണം എന്തേന്നറിയോ? അവിടുന്ന് അവൻ പറയാ, മാ മനഅക അല്ലാ തസ്ജുദ ഇദാ അമർതുക ഖാല അന ഖൈറും മിൻഹു ഖലഖ്തനീ മിൻ നാർ വഖലഖ്തഹു മിൻ തീൻ. എന്തേ നീ സുജൂദ് ചെയ്യുന്നില്ല? എന്തേ ആദം നബിയെ നീ ബഹുമാനിക്കുന്നില്ല? നീ എന്തേ ആദരിക്കുന്നില്ല എന്ന് ചോദിച്ചപ്പോ ഇബ്ലീസിന്റെ മറുപടി, അല്ലാഹ്, ഞാൻ ആദമിനേക്കാൾ ബഹുമാനമുള്ളവനാണ്, ഞാൻ വലിയ ആളാണ്. എന്നെ നീ നല്ല ആളിക്കത്തുന്ന തീ കൊണ്ടല്ലേ പടച്ചത്? ആ ആദമിനെ ചളിയാകുന്ന മണ്ണിൽ നിന്നല്ലേ പടച്ചത്? ആ ആദമിനെ ഞാൻ എന്തിനു ബഹുമാനിക്കണം എന്നൊരു നിമിഷത്തേക്ക് കിബിർ വന്നുപോയി, അഹങ്കാരം വന്നുപോയി. റബ്ബ് ബഹുമാനിച്ചതിനോട് ആദരവ് ഇല്ലാതെ വന്നുപോയി. ആ സമയത്തതാ അല്ലാഹു തആല അട്ടിയോടിക്കുകയാണ്. ഖുർആൻ പറയുന്നു, ഇന്നക മിനസ് സാഗിരീൻ, നീ വല്ലാതെ ചെറുതായി പോയി. സുബ്ഹാനല്ലാഹ്. ബഹുമാനം എന്ന് പറഞ്ഞാൽ അതൊരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിങ്ങൾ നോക്ക്, ഒരു സുന്നിയും അസുന്നിയും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഒരു സുന്നിയും അസുന്നിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് നോക്കിയാൽ അതിന് നമുക്ക് പറയാനുള്ള ഉത്തരം ഒറ്റ ഒന്നാണ്, ബഹുമാനം എന്നുള്ളത്, അദബ് എന്നുള്ളത്. അത് ഇല്ലാത്തവനാണ് അസുന്നി, അതുള്ളവനാണ് സുന്നി. സുന്നത്തു ജമാഅത്തിന്റെ ആൾക്കാരാണ് നാമെങ്കിൽ നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്, സുന്നത്തു ജമാഅത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇക്റാം, ബഹുമാനം എന്നുള്ളത്. നിങ്ങൾ നോക്ക്, മഹാനായ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ ആണ്ട് നേർച്ച വരുമ്പോ നമ്മുടെ പള്ളികളിൽ റാത്തീബ് നടക്കുന്നു, അതിന് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നു, മഹാനവറുകളെ ബഹുമാനിച്ചുകൊണ്ട് നാം അതാ പരിപാടികൾ നടത്തുന്നു. മാത്രമല്ല മഹാനായ അഹ്മദുൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിന്റെ ആണ്ട് നേർച്ച വന്നാൽ അതിനും നമ്മൾ മൗലിദുകൾ നടത്തുന്നു, നമ്മുടെ വീടുകൾ
മഹഫിലുകളിൽ റാത്തീബ് നടത്തുന്നു, നല്ല നല്ല ദഫ് റാത്തീബുകൾ നടത്തുന്നു. അല്ലാഹു തആല ഇനിയും അല്ലാഹു നിലനിർത്തി തരട്ടെ. അങ്ങനെയുള്ള ബഹുമാനം ചെയ്യുന്നു. പക്ഷേ ഒരു അസുന്നിയായ മനുഷ്യനാണെങ്കിൽ അവൻ ചോദിക്കുന്നത് ആരാണ് മുഹിയുദ്ദീൻ ഷേഖ്, ആരാണ് റിഫായി ഷേഖ്, നമ്മളെ പോലെയുള്ള ഒരാളല്ലേ? ബഹുമാനത്തിന്റെ കുറവാണ്. ഏത് വിഷയം എടുത്തു നോക്കിയാലും അവരുടെ പ്രശ്നം ബഹുമാനം ഇല്ല എന്നുള്ളതാണ്. മറിച്ച് ഒരു സുന്നത്തു ജമാഅത്തിന്റെ ആളാണോ? വമൻ യുഅല്ലിം ശആയിറല്ലാഹ് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്. അല്ലാഹു ബഹുമാനിച്ചിട്ടുണ്ടോ? അതിന് ബഹുമാനം കൽപ്പിക്കുന്നവരാ, അത് ആരാധനയാണെന്ന് വിശ്വസിക്കുന്നവരാണ്, അതിന് റബ്ബ് പ്രതിഫലം തരുമെന്ന് വിശ്വസിക്കുന്നവരാ. നമുക്കൊരു വീടുണ്ടായാൽ ആ വീട് കുടിക്ക് നമ്മൾ ഉസ്താദന്മാരെ ക്ഷണിക്കുന്നു, തങ്ങന്മാരെ ക്ഷണിക്കുന്നു. എല്ലാവരും കേറുന്നതിന് മുമ്പ് ആ തങ്ങളെ നമ്മൾ വീട്ടിലേക്ക് കയറ്റുന്നു. എന്തിനു വേണ്ടിയാണ്? ബഹുമാനമാണ്. നമ്മുടെ മകൾക്ക് നിക്കാഹ് നടന്നാൽ അതിന് നിക്കാഹ് നടത്താൻ ഉസ്താദന്മാരെ ക്ഷണിക്കുന്നു. എല്ലാം ബഹുമാനമാണ്. നമ്മുടെ നാട്ടിൽ നല്ലൊരു പള്ളി വന്നു, അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. ആ റബ്ബിന്റെ ഭവനമാണ് പള്ളി. ആ പള്ളിയെ ബഹുമാനിക്കൽ നിർബന്ധമല്ലേ? പള്ളിയുടെ സൈഡിൽ വരെ നമ്മൾ ക്ലേശകരമായ സാധനം ഇടാൻ പാടില്ല. ഫിഖ്ഹുകളിൽ പറയുന്നത് അങ്ങനെയല്ലേ? വിസർജനം നടത്തുന്നത് പള്ളിയുടെ സൈഡുകളിലും പാടില്ല എന്നല്ലേ ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങൾ വിശദീകരിച്ചു തരുന്നത്. അതുകൊണ്ട് പള്ളിയോട് വലിയ ബഹുമാനമുണ്ടാകണേ. പള്ളിയിൽ ഒച്ചത്തിൽ സംസാരിക്കാൻ പാടില്ല. നമുക്ക് റബ്ബ് ഇത്ര സുന്ദരമായ നമ്മുടെ നാടിന് അഭിമാനമാകുന്ന നല്ലൊരു പള്ളി തന്നു. പക്ഷേ ആ പള്ളിയിലുള്ള ജീവിതം, ആ പള്ളിയിലേക്ക് കയറുമ്പോ അവിടെ ബോർഡ് ഉണ്ടാകും, നിങ്ങൾ കാലെല്ലാം കഴുകി പോകണം. അത് കഴുകാതെ പോകുന്നവരാകരുതേ. പള്ളിയിലേക്ക് കയറുമ്പോ എന്റെ വീടിനെക്കാളും ബഹുമാനമുണ്ടാകണം. എന്റെ വീട്ടിന്റെ ക്ലിയറൻസിനെക്കാളും പള്ളിയെ ബഹുമാനിക്കുന്നവരാകണം. ആ പള്ളിയെ വൃത്തിയാക്കുന്നതിൽ മുൻപന്തിയിലുണ്ടാകണം. ആ പള്ളിയുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചാൽ എന്തെങ്കിലും പ്രശ്നം വന്നതിന്റെ പേരിൽ പള്ളിയുടെ ഉള്ളിൽ ഒച്ചത്തിൽ സംസാരിക്കാൻ പാടില്ല. അത് ബഹുമാനത്തിന് കുറവുള്ളത് കൊണ്ടാണ്. പള്ളിയുടെ ഉള്ളിൽ ഭൗതികമായ സംസാരങ്ങളൊന്നും പാടില്ല. അങ്ങനെ ബഹുമാനമുള്ളവരാകണേ. അങ്ങനെ റബ്ബ് ബഹുമാനിച്ചത് എന്തെല്ലാമാണോ എല്ലാറ്റിനോടും നല്ല ബഹുമാനമുള്ളവരാകണേ. മഹാനായ ഉബൈദുല്ലാഹ് ഇബ്നു അബ്ബാസ്, മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ മകനാണ്. മഹാനവറുകൾ പറയാ, എന്റെ വാപ്പയുടെ വീട്ടിൽ, അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇളയപ്പയായ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലതാ ഒരു മീസാബ് ഉണ്ടായിരുന്നു. വീട്ടിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഒഴുകിപ്പോകുന്ന ഒരു പൈപ്പ് പോലെയുള്ള സംവിധാനം ഉണ്ടായിരുന്നു. വീട്ടിലെ കഴുകിയ വെള്ളമെല്ലാം പോകുന്ന ഒരു വഴിയാണ്. സുബ്ഹാനല്ലാഹ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണം നടത്തുന്ന കാലമാണ്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അതാ ആ വഴിയിലൂടെ ഇങ്ങനെ കടന്നു പോവുകയാണ്. വെള്ളിയാഴ്ച ജുമുഅക്ക് ഇങ്ങനെ കടന്നു പോകുമ്പോ സുബ്ഹാനല്ലാഹ്, അതാ അന്നത്തെ ദിവസം മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ 2 പക്ഷികളെ അറുത്തുകൊണ്ട് കറി വെച്ച ദിവസമാണ്. അങ്ങനെ കടന്നു പോകുമ്പോ ഫഅസാബ ഉമർ ഫീഹി ദമുൽ ഫർഖൈൻ, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കുപ്പായത്തിലേക്ക് ആ വെള്ളമങ്ങ് തെറിച്ചു പോകുന്നു. അതിൽ അറുത്ത ആ രക്തവും ഉണ്ടായിരുന്നു. വെള്ളിയാഴ്ച റെഡിയായി പോയതാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അബ്ബാസ് തങ്ങളെ വിളിച്ചുകൊണ്ട് പറയുന്നു, അല്ല അബ്ബാസ് തങ്ങളെ, ഈ മീസാബ് ഒന്ന് മാറ്റമേ, ഇത് വഴിയിലേക്ക് ഉപദ്രവമാകുന്നുണ്ടേ.
അങ്ങനെ പറഞ്ഞുകൊണ്ട് മഹാനായ ഉമർ തങ്ങൾ വീട്ടിൽ പോയി വേറെ വസ്ത്രം ധരിച്ച് ജുമഅക്ക് പോകുന്നു. ജുമഅ കഴിഞ്ഞപ്പോഴേ മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു കടന്നു വരികയാണ്. കടന്നു വന്നുകൊണ്ട് മഹാനായ ഉമർ തങ്ങളോട് പറയാൻ, വല്ലാഹി ഇന്നഹു മൗളിഹുൽ ലദീ വളഅഹു നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഓ ഉമർ തങ്ങളെ, ആ മീസാബ് വെച്ചത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ പ്രദേശത്ത് നബി തങ്ങൾ സംവിധാനിച്ചതാണ്, നാം വെച്ചതല്ല. നബി തങ്ങൾ ജീവിതത്തിൽ അവിടെ നിന്ന് സംവിധാനിച്ച ഒരു മീസാബാണ്. അതുകൊണ്ട് എന്തു ചെയ്യണമെന്ന് പറഞ്ഞപ്പോ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വലിയ ഈമാനുള്ള മഹാനല്ലേ, നല്ല ഇക്റാമുള്ള മഹാനല്ലേ, സ്വർഗത്തിലേക്ക് രണ്ടാമതായി കയറി ചെല്ലുമെന്ന് ടിക്കറ്റ് ലഭിച്ച മഹാനല്ലേ. ആ മഹാനവറുകൾ പറയാ, എന്റെ ചുമലിലേക്കൊന്ന് കയറിക്കൊണ്ട് ആ മീസാബിനെ അതേ സ്ഥലത്തേക്കൊന്ന് സംവിധാനിക്കണേ. ബഹുമാനം എന്ന് പറഞ്ഞാൽ അത് വലിയ മഹത്വമുള്ള കാര്യമാണ്. ആ ബഹുമാനം എപ്പോഴാണ് നഷ്ടപ്പെടുന്നത്? അപ്പോഴാണ് ഒരു സുന്നി പുത്തനാദിയാകുന്നത്, പുത്തനാശയങ്ങളിലേക്ക് കടന്നു ചെല്ലുന്നത്, അവൻ സലഫിയാകുന്നത്, മുബ്തദിആയി മാറുന്നത്. ബഹുമാനത്തിന് കുറവ് വരുമ്പോഴാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നല്ല ബഹുമാനമുള്ളവരാകണം. റബ്ബ് ബഹുമാനിച്ച കാര്യമാണോ അതിനോട് നല്ല ബഹുമാനമുള്ളവരാകണം. അല്ലാഹു തആല ഭാഗ്യം നൽകുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, എല്ലാ വിഷയത്തിലും പള്ളി എന്ന് മാത്രമല്ല, അല്ലാഹു തആല ബഹുമാനിച്ച എന്തെല്ലാം ഉണ്ടോ നമുക്കറിയാം. ഒരു ഉസ്താദന്മാർ, മഹാന്മാർ, പണ്ഡിതന്മാർ, സയ്യിദന്മാർ, തങ്ങന്മാർ എല്ലാവരെയും ബഹുമാനിക്കണം. മാതാപിതാക്കളോട് ബഹുമാനമുള്ളവരാകണം, ഉപ്പയോട് ബഹുമാനമുള്ളവരാകണം. ആലിമീങ്ങളായ മക്കൾ പ്രധാനം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നമുക്ക് നല്ല ഇൽമുണ്ടല്ലോ, എനിക്ക് വലിയ അറിവുണ്ടല്ലോ, ഞാൻ നല്ല അറിവുള്ളവനാണല്ലോ, എന്റെ വാപ്പ അറിവില്ലാത്ത ആളല്ലേ, എന്റെ വാപ്പ സാധാരണക്കാരനല്ലേ, എന്റെ വാപ്പക്ക് അറിവില്ലല്ലോ, അയാളൊന്നും അറിയാത്ത ആളല്ലോ, അയാളെ ബഹുമാനിക്കേണ്ടതില്ല എന്ന വിഷയം വേണ്ട. വാപ്പ വാപ്പ തന്നെ, ഉമ്മ ഉമ്മ തന്നെ. അവരെ ബഹുമാനിച്ചില്ലെങ്കിൽ നമുക്കൊരിക്കലും നമുക്ക് വിജയിക്കാൻ പറ്റൂല. അൽ ജന്നത്തു തഹ്ത അഖ്ദാമിൽ ഉമ്മഹാത്ത്. മകൻ എത്ര വലിയ പണക്കാരനായാൽ, എത്ര വലിയ പ്രമാണിയായാലും, എത്ര വലിയ ആളായാലും അവന് സ്വർഗമുള്ളത് തന്റെ മാതാവിന്റെ കാൽക്കീഴിലാണെന്നല്ലേ. അതുകൊണ്ട് മാതാപിതാക്കളോട് ബഹുമാനം വേണം, ഉസ്താദന്മാരോട് ബഹുമാനം വേണം, എല്ലാവരോടും സ്നേഹമുള്ളവരാകണം, ജനങ്ങളോട് നല്ല ബഹുമാനമുള്ളവരാകണേ. എല്ലാവരോടും നല്ല മനസ്സുള്ളവരാകണം. ഞാൻ നീട്ടി പറയുന്നില്ല, നിർത്താൻ പോവുകയാണ്. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു എല്ലാവരോടും നല്ല മനസ്സുള്ളവരാകണം, മനസ്സിൽ അസൂയ വന്നു പോകരുത്. അതുകൊണ്ടാണ് പരിശുദ്ധ ശഅബാൻ നമ്മളിൽ നിന്ന് വിട്ടുപിരിയാൻ പോവുകയാണ്. ആ ശഅബാൻ വിട്ടുപിരിയുമ്പോഴേക്ക് പരിശുദ്ധ റമദാനിനെ സ്വാഗതം ചെയ്യേണ്ടത് എങ്ങനെയാണ്? നമ്മുടെ ഖൽബ് നാം നന്നാക്കണം. ഞാൻ ആദ്യമേ നിങ്ങളോട് പറഞ്ഞു, തഖ്വൽ ഖുലൂബ്, ഖൽബിന്റെ ശുദ്ധീകരണം, ആ ഹൃദയത്തിന്റെ നന്മ അത് ആവശ്യമാണ്. കാരണം അല്ലാഹു തആല നമ്മുടെ ശരീര ഭംഗികളിലേക്കൊന്നും നോക്കൂല, നമ്മുടെ അജ്സാമുകളിലേക്കോ, നമ്മുടെ ശരീരത്തിലേക്കോ, നമ്മുടെ ബാഹ്യമായ പ്രകടനങ്ങളിലേക്കൊന്നും റബ്ബ് നോട്ടം വെക്കൂല. മറിച്ച് നമ്മുടെ ആന്തരിക ശുദ്ധി, നമ്മുടെ ഹൃദയ ശുദ്ധി, അതാണ് റബ്ബിന്റെ അടുക്കൽ പരിഗണിക്കപ്പെടുക. അതുകൊണ്ട് എല്ലാവരോടും നല്ല സ്വഭാവം, എല്ലാവരോടും നല്ല പെരുമാറ്റം, ആരോടും അസൂയയില്ല, ആരോടും വിദ്വേഷമില്ല, ഞാൻ വലിയവനാണെന്ന തോന്നല് വരുന്നില്ല. മഹാന്മാര് പഠിപ്പിക്കുന്നുണ്ട്, കിബിർ വരണോ? കിബിറിന്റെ ചെറിയ അടയാളം എന്താണെന്നറിയോ? ഞാൻ വിചാരിക്കുകയാണ്, എന്നെക്കാളും താഴ്ന്ന ഒരാൾ ഈ സദസ്സിലുണ്ട്.
ഈ സദസ്സിലുള്ള എല്ലാവരും എന്നെക്കാളും താന്നവരാണെന്ന് ഞാൻ വിചാരിക്കേണ്ട ആവശ്യമില്ല. ഞാൻ വിചാരിക്കാണ് ഈ സദസ്സിലുള്ള ഏതോ ഒരാൾ അദ്ദേഹം എന്നെക്കാൾ കുറച്ച് താന്ന ആളാണ് എന്ന് വരെ ചിന്തിച്ചാൽ അത് കിബറാണെന്ന് മഹാന്മാർ എഴുതി വെക്കുന്നു. അപ്പൊ ഞാൻ എന്ത് വിചാരിക്കണം? ഇവിടെയുള്ള എല്ലാവരെക്കാളും ഏറ്റവും താന്നുപോയവൻ ഞാൻ തന്നെ എന്ന ചിന്ത നമുക്ക് വരുമ്പോഴാണ് നാം യഥാർത്ഥ മുഅ്മിനാവുക. ഒരു സാധാരണക്കാരൻ ഒരു ഉസ്താദിനെ കാണുമ്പോ, ഒരു ഉസ്താദിനെ മുമ്പിൽ കണ്ടാൽ അപ്പോൾ വിചാരിക്കണം, അല്ലാഹ് ഞാൻ നിന്റെ ഇൽമു പഠിക്കാൻ പോയിട്ടില്ലല്ലോ. ആ ഉസ്താദ് എത്ര കൊല്ലം ദർസ് പഠിച്ചില്ലേ? ആ ഉസ്താദ് നിന്റെ ദീന് പഠിച്ചില്ലേ? ആ ഉസ്താദ് എത്ര തിന്മ ചെയ്താലും, എത്ര തെറ്റ് ചെയ്താലും, എത്ര ഹറാമു ചെയ്താലും നിന്റെ ഇൽമു പഠിച്ച ആളാണല്ലോ. ആ ബഹുമാനം കൊണ്ട് നീ അയാളെ ബഹുമാനിച്ചുകൊണ്ട് സ്വർഗത്തിൽ കയറ്റൂലേ? ഞാൻ അങ്ങനെയല്ലല്ലോ. എനിക്ക് ഇബാദത്തുമില്ല, ഇൽമുമില്ല, ഞാൻ താന്നുപോയവനാണ്. പക്ഷേ ആ ഉസ്താദ് എന്ത് വിചാരിക്കണം? അല്ലാഹുവേ, ഞാൻ നിനക്ക് വേണ്ടി ധാരാളം ഇൽമു പഠിച്ചു, പക്ഷേ ആ കാണുന്ന സാധാരണക്കാരനായ വ്യക്തി അവൻ ചെയ്യുന്ന തെറ്റുകൾ അവൻ അറിയാതെ ചെയ്യുന്നതാണ്. അല്ലാഹ്, അറിയാതെ ചെയ്ത തെറ്റിന് നീ മാപ്പ് കൊടുത്താലോ? പക്ഷേ ഞാൻ ചെയ്യുന്ന തെറ്റാണെങ്കിലോ എല്ലാം അറിഞ്ഞുകൊണ്ട്, എല്ലാ വിഷയങ്ങളും മനസ്സിലാക്കിക്കൊണ്ട്, നരകത്തിന്റെ ഭയാനതയെ കുറിച്ച് അത് പറഞ്ഞു കൊടുത്തുകൊണ്ട്, ഖബറിന്റെ ഭയാനകതയെ പറഞ്ഞു കൊടുത്തുകൊണ്ട്, റബ്ബിന്റെ ശിക്ഷയെ മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ചെയ്യുന്ന തെറ്റ്, ആ തെറ്റ് നീ പുറത്തു തരൂലല്ലോ. ഞാൻ അയാളെക്കാളും താന്നുപോയില്ലേ? ഇങ്ങനെ പരസ്പരം വിചാരിക്കുന്നവരാകണം. ചെറിയ ഇളയ ഒരു 18കാരനായ വ്യക്തി, ഒരു 16 വയസ്സുള്ള യുവാവ് വലിയ വയസ്സനായ ഒരു 60 വർഷത്തെ വയസ്സനെ കണ്ടാൽ ആ വിദ്യാർത്ഥിയായ കുട്ടി വിചാരിക്കണം, അല്ലാഹ് ആ ഉപ്പാപ്പ 60 കൊല്ലമായില്ലേ തറാവീഹ് നിസ്കരിക്കുന്നു, 60 കൊല്ലമായില്ലേ നിസ്കാരം നിർവഹിക്കുന്നു, 60 കൊല്ലമായില്ലേ പള്ളിയിലേക്ക് പോകുന്നു, 60 കൊല്ലമായില്ലേ സദഖ കൊടുക്കുന്നു. പക്ഷേ ഞാനൊരു കേവലം 1 കൊല്ലത്തെ കണക്കല്ലേ എനിക്ക് നിസ്കാരമുള്ളോ? ഞാൻ താണവനാണല്ലോ. പക്ഷേ 60 വയസ്സുള്ള ഉപ്പാപ്പ വിചാരിക്കണം, അല്ലാഹ് 60 കൊല്ലത്തെ കണക്ക് നിന്റെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കണ്ടേ? ഞാൻ 70 കൊല്ലമായി ജീവിക്കുന്നു. ഈ 70 കൊല്ലത്തെ കണക്ക് ഞാൻ പറയാതെ എന്റെ കാളനക്കാൻ എനിക്ക് സാധ്യമില്ലല്ലോ. ഞാൻ മഅ്ശറയിൽ ജന്ന എന്റെ 60 കൊല്ലത്തെ കണക്ക് ഞാൻ അവതരിപ്പിക്കണ്ടേ? പക്ഷേ ആ 16 കൊല്ലമുള്ള കുട്ടി, ആ കുട്ടിക്ക് 1 കൊല്ലത്തെ കണക്ക് പറഞ്ഞാൽ മതിയല്ലോ. ഞാനല്ലേ താന്നവൻ. ഇങ്ങനെ പരസ്പരം നല്ല വിനയത്തിന്റെ ഭാവമുള്ളവരാകണം, കിബറില്ലാത്ത ജീവിതമുള്ളവരാകണം, ജനങ്ങൾക്ക് നന്മ ചെയ്യുന്നവരാകണം, ധാരാളം നന്മകൾ ചെയ്യുന്നവരാകണം. നമ്മുടെ നാട്ടിൽ പ്രയാസം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അവർക്ക് ധാരാളം സദഖ കൊടുക്കുന്നവരാകണം, അവരെ സഹായിക്കുന്നവരാകണം. നമ്മുടെ നാട്ടിൽ പാവപ്പെട്ടവന് കല്യാണം നടക്കുമ്പോ ആ പെൺകുട്ടിയുടെ കല്യാണത്തിന് സഹകരിക്കാൻ നമ്മുടെ നാട്ടിലെ സംഘടനകൾ അതാ ഒരുങ്ങി നിൽക്കണം. നമ്മുടെ നാട്ടിലെ യുവാക്കൾ അതിന് തയ്യാറാകണം, നമ്മുടെ നാട്ടിലെ പണക്കാർ അതിന് തയ്യാറാകണം. എന്റെ മകളുടെ കല്യാണം എങ്ങനെയാണോ നടത്തിയത് അതുപോലെ ഈ നാട്ടിലെ പാവങ്ങളുടെ മക്കളും കല്യാണം കഴിക്കണം. ആ രീതിയിലുള്ള ചിന്തയുണ്ടാകണം. അപ്പോഴല്ലേ നമ്മൾ റമദാനിന്റെ ആൾക്കാരാവുക, അപ്പോഴല്ലേ റമദാൻ നമുക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുക. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ്, മഹാനായ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വലിയ ബന്ധമുള്ള സ്വഹാബിയായിരുന്നു. നബി തങ്ങൾ എന്ത് ചെയ്തോ അതിനെ മുറപോലെ നിർവഹിക്കുന്ന ആളായിരുന്നു. അതുകൊണ്ട് സ്വഹാബത്ത് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ടിരുന്ന പേരാണ് മുത്തബിഉസ് സുന്ന.
സുന്നത്ത് ഒന്നും ഒഴിവാവൂല. നബിതങ്ങൾ എങ്ങനെയാണോ നടന്നത് അതുപോലെ നടക്കും. നബിതങ്ങൾ എവിടെയാണോ ഇരുന്നത് അവിടെ തന്നെ ഇരിക്കും. നബിതങ്ങൾ എവിടെയാണോ നിസ്കരിച്ചത് അവിടെ തന്നെ നിസ്കരിക്കും. ഇങ്ങനെ നബിതങ്ങൾ എന്തെല്ലാം കാണിച്ചോ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുപോലെ ജീവിച്ച മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. മഹാനവർകൾ നബിതങ്ങളോട് ചോദിക്കാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അയ്യുന്നാസി അഹബ്ബു ഇലല്ലാഹ്, നബിയേ ജനങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും റബ്ബിന് ഇഷ്ടമുള്ള ആളാരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നൊരു ഉത്തരമുണ്ട്. ആ ഉത്തരമാണ്, ആ മറുപടിയാണ് നമ്മുടെ ജീവിതത്തിൽ നാം കൊണ്ടു നടക്കേണ്ടത്. വഅലുകൾ ധാരാളം കേൾക്കുന്നു, പക്ഷേ കേൾക്കുന്ന വഅല് നമ്മുടെ ജീവിതത്തിൽ നാം കൊണ്ടു നടക്കുന്നില്ല. പിന്നെന്തിനാണ് നമ്മുടെ വഅലുകൾ? എന്തിനാണ് നമ്മുടെ ഉപദേശങ്ങൾ? എത്ര വഅലുകൾ നാം കേട്ടു, പക്ഷേ ആ കേട്ട വഅല് കൊണ്ട് നമ്മളിൽ എന്തെങ്കിലും മാറ്റം സംഭവിച്ചിട്ടുണ്ടോ? വാദപ്പുണിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു കൊല്ലത്തിൽ ധാരാളം വഅല് മജ്ലിസ്, നമ്മുടെ ഈ ഭാഗത്ത് വഅല് മജ്ലിസുകൾ ധാരാളം നടക്കുന്ന നാടേതാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാനുള്ളത് വാദപ്പുണി എന്നാണ്. കാരണം ആ നാട്ടുകാർ ഇൽമിനോട് വലിയ ബഹുമാനവും ആശയും ഉള്ളവരാണ്. അല്ലാഹു തആല ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി തരട്ടെ. എന്നാൽ കേട്ട വഅല് നമ്മുടെ ജീവിതത്തിൽ നാം എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ? ഇന്നലെ ഇല്ലാത്തൊരു സ്വഭാവം എനിക്ക് ഇന്ന് മാറ്റം സംഭവിച്ചിട്ടുണ്ടോ? ഇന്നലെ കേട്ട വഅല് കൊണ്ട് ഇന്ന് നാം കുറെ വഅലുകൾ, ഉസ്താദന്മാരുടെ വഅല് നമ്മൾ കേട്ടു, ഉപദേശം നമ്മൾ കേട്ടു. ആ കേട്ട ഉപദേശത്തിൽ ഒരു ഉപദേശം എന്റെ ജീവിതത്തിൽ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറയാൻ ആർക്കാണ് ധൈര്യമുള്ളത്? പക്ഷേ ഇന്നത്തെ വഅല് കഴിയുമ്പോ ഞാനിപ്പോ പറയാൻ പോകുന്ന മറുപടി അത് നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടോ എന്ന് നാം ചിന്തിക്കുന്നവരാകണേ. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കാണ്, നബിയേ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ജനങ്ങൾ ആരാണ് നബിയേ? അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ജനങ്ങൾ ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിക്കുന്ന ആളാണെന്ന് പറഞ്ഞിട്ടില്ല, നോൻപ് പിടിക്കുന്ന ആളാണെന്ന് മറുപടി പറഞ്ഞിട്ടില്ല. പിന്നെന്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്? നബി തങ്ങൾ പറയാൻ, അഹബ്ബുന്നാസി ഇലല്ലാഹി തആല, അല്ലാഹുവിനെ ഏറ്റവും ഇഷ്ടമുള്ളത് ആർക്കാണെന്നറിയോ? റബ്ബ് ഏറ്റവും ഇഷ്ടപ്പെടുന്നവൻ ആരാണെന്നറിയോ? അൻഫഉഹും ലിന്നാസ്, ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരമുള്ളവനാരാണ്? ജനങ്ങൾക്ക് ഏറ്റവും ബഹുമാനമുള്ളവനാരാണ്? ജനങ്ങൾക്ക് ഏറ്റവും ഉപകാരം ചെയ്യുന്നവനാരാണോ അവനെ റബ്ബ് ഏറ്റവും ഇഷ്ടപ്പെടുന്നു. സുബ്ഹാനല്ലാഹ്. ഞാനെങ്ങാലും ഇന്ന് മരിച്ചുപോയാൽ എല്ലാവരും ചിന്തിച്ചു നോക്കണം. ഞാനെങ്ങാലും ഇന്ന് മരിച്ചുപോയാൽ എന്റെ നാട്ടുകാരായ ജനങ്ങൾ എന്നെ കുറിച്ച് എന്ത് പറയും? നാം തന്നെ ഒന്ന് വിലയിരുത്തി നോക്കണേ. എന്നെ കുറിച്ച് പറയാൻ ആരുണ്ട്? എന്റെ നാട്ടിലൊരു പാവപ്പെട്ട വ്യക്തി പറയാനുണ്ടോ? ഞാൻ വീട് നിർമ്മിക്കുമ്പോ, ഞാനൊരു വീട് പണി തുടങ്ങിയപ്പോ എന്നെ വല്ലാതെ സഹായിച്ച ആളാണ്. എന്റെ മോളുടെ കല്യാണം കഴിക്കുമ്പോ ആ മോളുടെ കല്യാണത്തിന് വല്ലാതെ സഹായിച്ച ആളാണ് ഇന്ന് മരിച്ചുപോയത് എന്ന് പറയാനുണ്ടോ? നാട്ടിലെ ആൾക്കാർ ഇവിടെ പള്ളി നിർമ്മാണം തുടങ്ങിയപ്പോ അതിന് വല്ലാതെ സഹകരിച്ച ആളാണ്. അല്ലെങ്കിൽ പൈസ ഇല്ലെങ്കിൽ എന്ത്, അദ്ദേഹം ഈ പള്ളിയുടെ നിർമ്മാണത്തിന് തന്റെ ശരീരം കൊണ്ട് വല്ലാതെ സഹായിച്ച ആളാണ്. അല്ലെങ്കിൽ ഞാൻ ഭക്ഷണമില്ലാതെ വേദനിക്കുമ്പോ എന്റെ മക്കൾക്ക് ഭക്ഷണം തന്ന ആളാണ്. അല്ലെങ്കിൽ ഒരു പാവപ്പെട്ടവൻ പറയാനുണ്ടോ? എന്റെ മോന് മദ്രസ പഠിക്കുമ്പോ അവന് കിതാബ് വാങ്ങിക്കൊടുക്കാൻ എന്റെ കയ്യിൽ പൈസ ഇല്ലാത്തപ്പോ എന്റെ മകന് കിതാബ് വാങ്ങിക്കൊടുത്ത ആളാണ്. എന്റെ മകന്റെ സ്കൂൾ ഫീസ് കെട്ടിയ ആളാണ്.
എന്റെ മകൾക്കൊരു പവന് പൊന്നു തന്ന ആളാണ്. എന്നെ കുറിച്ച് പറയാൻ ആരുണ്ട്? ഞാൻ എന്തെങ്കിലും സഹായം ജനങ്ങൾക്ക് ചെയ്തിട്ടുണ്ടോ? ഞാൻ എന്തെങ്കിലും ഉപകാരം ജനങ്ങൾക്ക് കൊടുത്തിട്ടുണ്ടോ? ദുനിയാവിൽ ഉണ്ടാക്കിയതെല്ലാം എന്റെ വീടിന് ചെലവഴിച്ചവനല്ലേ ഞാൻ. ജീവിതത്തിൽ ഉണ്ടാക്കിയതെല്ലാം ഭൗതികമായ സന്തോഷത്തിന് വേണ്ടി ചെലവാക്കിയവനല്ലേ ഞാൻ. എന്റെ മക്കൾക്ക് നല്ല നല്ല മുന്തിയ വസ്ത്രം കൊടുക്കുമ്പോ എന്റെ അയൽവാസിയുടെ മകനതാ വസ്ത്രമില്ലാതെ പ്രയാസപ്പെടുന്നത് കണ്ടിട്ടും ഞാൻ അതിനെ കണക്കാക്കാതെ കടന്നുപോയവനല്ലേ. ആ പെൺകുഞ്ഞിന്റെ വേദന അറിയാത്തവനല്ലേ. എന്റെ വീട്ടിൽ നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കുമ്പോ, എല്ലാ ദിവസവും നല്ല നല്ല ഭക്ഷണം ഉണ്ടാക്കുമ്പോ എന്റെ അയൽവാസിയുടെ വീട്ടിൽ പട്ടിണി ഇടുന്ന വിഷയം ഞാൻ അറിഞ്ഞിട്ടുണ്ടോ? ഇങ്ങനെ നോക്കിയാ ഞാൻ എവിടെയാണ് ഉപകാരം ചെയ്തത്? ഞാൻ മരിച്ചുപോയാൽ ആർക്കാണ് നഷ്ടം? ഒരാൾക്കും നഷ്ടമില്ലല്ലോ. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാൻ, അഹബ്ബുന്നാസി ഇലല്ലാഹ്, ജനങ്ങളെ കൂട്ടത്തിൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ളത് അൻഫഉഹും ലിന്നാസ്, ജനങ്ങൾക്ക് നല്ല സഹകരണം ചെയ്യുന്നവരാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, റബ്ബ് നമുക്ക് ധാരാളം തന്നിട്ടില്ലേ? ആ റബ്ബ് തന്നതിനോട് നന്ദിയുള്ളവരാകണേ. ആ റബ്ബ് തന്നതിനോട് ശുക്റുള്ളവരാകണേ. ആ റബ്ബ് തന്നതിനോട് വലിയ നന്ദി കാണിക്കുന്നവരാകണേ. കഴിവിന്റെ പരമാവധി സ്വതക്ക കൊടുക്കുന്നവരാകണേ. അടുത്തു വരാനുള്ളത് റമദാൻ മാസമാണ്. ആ റമദാൻ മാസത്തിന്റെ പ്രത്യേകത പറയുമ്പോ നബി തങ്ങൾ പറയുന്നുണ്ടല്ലോ, വഹുവ ശഹ്റുസ് സബ്രി, അത് സബ്റിന്റെ മാസമാണ്. വശഹ്റുസ് സദഖ, അത് സ്വതക്കയുടെ മാസമാണ്. വഫീഹി ലൈലത്തുൻ ഖൈറുൻ മിൻ അൽഫി ശഹർ, ആ മാസത്തിൽ 1000 മാസങ്ങളെക്കാളും മഹത്വമുള്ള രാത്രിയുണ്ട് എന്ന് ശഅബാൻ മാസം അവസാനമായപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഅദ് പറഞ്ഞു കൊടുത്തതായി മഹാനായ സൽമാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞ ഹദീസ് ഇല്ലേ? അതുകൊണ്ട് സഹോദരങ്ങളെ, ധാരാളം സദഖകൾ കൊടുക്കുന്നവരാകണം. ദുനിയാവിനോട് അതിരുവിട്ട സ്നേഹം പാടില്ല. ദുനിയാവ് മാത്രം ഉണ്ടാക്കാനുള്ള തുനിയാൻ പാടില്ല. ദുനിയാവ് ധാരാളം ഉണ്ടായിക്കോട്ടെ, പക്ഷേ ഉള്ളതുകൊണ്ട് നല്ലതിന് ചെലവഴിക്കണേ. നാം വിചാരിച്ചു കാണും ഞാൻ വലിയ സദഖ കൊടുക്കുന്നവനാണ്, പക്ഷേ നമ്മുടെ സദഖ ഒന്നുമല്ല. മഹാന്മാരായ സ്വഹാബികൾ സദഖ കൊടുത്തതുപോലെ, സ്വഹാബികൾ സഹായിച്ചതുപോലെ തന്റെ നാട്ടുകാരെ നല്ല സഹായം സഹകരിക്കുന്നവരാകണം. നാട്ടുകാരോട് നല്ല സ്നേഹമുള്ളവരാകണം. കുടുംബക്കാരോട് നല്ല സ്നേഹം വേണേ. കുടുംബക്കാരെ മാറ്റി നിൽക്കുന്നവനാണെങ്കിലും അവനുള്ള മജ്‌ലിസിലെ ദുആഇന് ഉത്തരമുണ്ടാകൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഈ മജ്‌ലിസിൽ കുടുംബബന്ധം മുറിച്ചവനുണ്ടോ? അവനുണ്ടെങ്കിൽ ഈ മജ്‌ലിസിന്റെ ദുആഇന് ഉത്തരമില്ല. സ്വന്തം ജ്യേഷ്ഠനോട് സംസാരമില്ല, സ്വന്തം അനിയനോട് സംസാരമില്ല, സ്വന്തം ബാപ്പയോട് സംസാരമില്ല, സ്വന്തം കാക്കയോട് സംസാരമില്ല, സ്വന്തം ഇളയമ്മയോട് സംസാരമില്ല. എന്തിനേറെ പറയണം, സ്വന്തം ഭാര്യയോട് സംസാരിക്കാത്ത, സ്വന്തം ഭർത്താവിനോട് സംസാരിക്കാത്ത, സ്വന്തം ഭർത്താവിനോട് എതിർത്ത് സംസാരിക്കുന്ന, സ്വന്തം ഭാര്യയോട് കരുണ കാണിക്കാത്ത, സ്വന്തം മക്കളോട് പിണങ്ങിപ്പോകുന്ന ഇത്തരം ജീവിതം നമുക്ക് അരുതേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഖൈറുക്കും, നിങ്ങളിൽ ഏറ്റവും ഖൈറാരാണെന്നറിയോ? നിങ്ങളുടെ വീട്ടിൽ ആരാണോ ഖൈർ, അവനാണ് ഏറ്റവും നല്ലവനെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ? എന്നിട്ട് വീണ്ടും പറയാണ്, വഅന ഖൈറുൽ ലി അഹ്ലി, എന്റെ കുടുംബത്തിൽ ഞാൻ വലിയ ഖൈറായവനാണ്, ഞാൻ
ഞാനൊരു ഉത്തമ ഭർത്താവാണ്. അങ്ങനെ നല്ല ഭർത്താവാകാൻ പഠിക്കണേ. നാട്ടില് വലിയ സദഖ കൊടുക്കുന്നവനാണ്, നാട്ടില് വലിയ പ്രവർത്തനമാണ്. പക്ഷേ വീട്ടിൽ ചെന്നാ കാരുണ്യമില്ലാത്ത പെരുമാറ്റമാണോ? മക്കളോട് നല്ല പെരുമാറ്റമില്ലാത്തവനാണോ? നീ ഒരിക്കലും ഉത്തമനായ വ്യക്തിയല്ല. ഉത്തമനായ വ്യക്തിയാകണമെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങണം. തന്റെ വീട്ടിന്റെ അകത്തളത്തിൽ നിന്ന് തന്നെ തുടങ്ങണം. എവിടെയാണ് സദഖ ആരംഭിക്കേണ്ടത്? തന്റെ ഭാര്യയുടെ തൊള്ളയിലേക്ക് ഇട്ടുകൊടുക്കുന്ന ഭക്ഷണം വരെ സദഖയാണെന്ന് പഠിപ്പിച്ച നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തീങ്ങളിൽ പെട്ടവരല്ലേ നാം. അതുകൊണ്ട് നല്ല രീതിയിൽ പെരുമാറാൻ പഠിക്കണേ. വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങണം, വീട്ടിൽ നിന്ന് തന്നെ സദഖ ചെയ്യണം. ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം എന്ന് നമ്മൾ കേട്ടവരാണ്. വീട്ടിൽ നിന്നാണ് സദഖ തുടങ്ങേണ്ടത്. പിന്നീട് കുടുംബത്തിലേക്കാണ് പോകേണ്ടത്, നാട്ടുകാരിലേക്കാണ് പോകേണ്ടത്. അങ്ങനെ പരസ്പരം സഹകാരമുള്ളവരാകണം. ഈ ബാധപ്പുണിയിൽ ഇനിയും നല്ല ഉദ്ധാരങ്ങൾ ഉണ്ടാകണം, നല്ല ഉന്നമനം കാണണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ദുനിയാവിനോട് വല്ലാത്ത ആഗ്രഹം പാടില്ല. പരലോകത്തെ നേടിയെടുക്കാനുള്ളൊരു പരീക്ഷ മാത്രമാണ് ദുനിയാവ് എന്നുള്ള ആശയം മനസ്സിലാക്കണേ. ഞാനൊരു ചരിത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹാ, എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണേ. അവസാനം നമ്മളൊരു ചരിത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം. മഹദിയായ ആയിഷ ബിൻത് അബീ ബക്കർ, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ആ മഹാന്റെ മകളല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട പത്നിയല്ലേ ആ ആയിഷ റളിയല്ലാഹു അൻഹാ. ഒരു ദിവസം അവിടെന്ന് പറയാണ്, ലബിസ്തു മറത്തൻ ദിർഅൻ ജദീദ, നല്ല പുതിയ ഉടുപ്പ് ഞാൻ ധരിച്ചു, നല്ല വസ്ത്രം ഞാൻ ധരിച്ചു, എനിക്കിഷ്ടമുള്ള നല്ല വസ്ത്രം ഞാൻ ധരിച്ചു. എന്നിട്ട് പറയാണ്, ഫജഅൽതു അൻദുറു ഇലൈഹാ, ഫജഅൽതു അൻദുറു ഇലൈഹി, ഞാൻ അതിലേക്ക് നോക്കുകയാണ്. നമുക്ക് ആ സ്വഭാവമില്ലേ? കണ്ണാടിയുടെ മുമ്പിൽ ചെന്ന് പുതിയ വസ്ത്രം ധരിച്ചാൽ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് നമ്മുടെ സൗന്ദര്യം നോക്കുന്ന സ്വഭാവം എല്ലാവർക്കും ഉള്ളത് തന്നെയല്ലേ? ആയിഷ ബീവി പറയാണ്, പുതിയ വസ്ത്രം ധരിച്ചുകൊണ്ട് ഞാൻ എന്റെ വസ്ത്രത്തിലേക്ക് തന്നെ നോക്കാൻ തുടങ്ങി. എന്നിട്ട് ആ വസ്ത്രം കണ്ട് എനിക്ക് വലിയ അത്ഭുതമായി. എന്റെ വസ്ത്രം കണ്ട് എന്റെ സൗന്ദര്യത്തിൽ ഞാൻ അഭിമാനം കൊള്ളുകയാണ്. എനിക്ക് നല്ല അഭിമാനമാവുകയാണ്, വലിയ സന്തോഷമാവുകയാണ്. ആ സമയത്തുണ്ട് ഫഖാല അബൂബക്കർ റളിയല്ലാഹു അൻഹു, എന്റെ വാപ്പയായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, മാദാ തൻദുരീൻ, അല്ലയോ ആയിഷ, നീ എന്താണ് നോക്കുന്നത്? നീ എന്തിനെയാണ് നോക്കി അത്ഭുതപ്പെടുന്നത്? ഇന്നല്ലാഹ ലൈസ ബിനാളിരിൻ ഇലൈക്, അല്ലാഹു തആല നിന്നിലേക്ക് നോക്കൂല. നീ എന്താണ് കുറെ നേരമായല്ലോ നീ നോക്കി ഇങ്ങനെ അത്ഭുതപ്പെടുന്നുണ്ടല്ലോ, നീ എന്തിനെയാണ് നോക്കുന്നത്? അല്ലാഹു തആല നിന്നിലേക്ക് നോട്ടമുള്ളവനല്ല. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഞാൻ അങ്ങ് ചോദിച്ചു, അല്ല വാപ്പാ, എന്തുകൊണ്ടാണ് എന്റെ റബ്ബെന്നെ നോക്കുന്നില്ല? റഹ്മത്തിന്റെ നോട്ടം എന്തേ എന്നിലേക്ക് ഇല്ല എന്നങ്ങ് ചോദിച്ചപ്പോ മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയാണ്, അമാ അലിംതി അന്നൽ അബ്ദ ഇദാ ദഖലഹു അജബു ബിസീനത്തി ദുനിയാ, അല്ല മോളെ, ഓ പ്രിയപ്പെട്ട മോളെ, നിനക്കറിയില്ലേ ഒരു വ്യക്തിക്കതാ ദുനിയാവിന്റെ സൗന്ദര്യങ്ങൾ കണ്ട് അത്ഭുതപ്പെടുന്നവനാണെങ്കിൽ, ദുനിയാവിന്റെ സന്തോഷങ്ങളിൽ മഴങ്ങിപ്പോകുന്നവനാണെങ്കിൽ, ദുനിയാവിൽ പൈസ അങ്ങ് കിട്ടിയപ്പോ, സമ്പത്തങ്ങ് വർദ്ധിപ്പിച്ചപ്പോ
അല്ലാഹു തആല ബിസിനസ്സുകൾ നല്ല വളർച്ച തന്നപ്പോ, അല്ലാഹു തആല കൃഷിയിൽ നല്ല ഉന്നമനം തന്നപ്പോ നമുക്കതിൽ വലിയ അഭിമാനം വന്നുപോയാൽ, ദുനിയാവിന്റെ സന്തോഷത്തോട് ആഗ്രഹം വന്നാൽ, ദുനിയാവിന്റെ ആഗ്രഹത്തോട് നമുക്ക് വലിയ ആഗ്രഹം വന്നാൽ, ദുനിയാവിന്റെ സമ്പത്തിനോട് ഇഷ്ടം വന്നുപോയാൽ, ഒരു മനുഷ്യനിക്ക് ദുനിയാവിന്റെ സന്തോഷം കടന്നു വന്നാൽ مقته ربه عز وجل حتى يفارق تلك الزينة. ആ സൗന്ദര്യം അവനിൽ നിന്നവൻ ഒഴിവാക്കുന്നത് വരെ റബ്ബ് അവനിലേക്ക് റഹ്മത്തിന്റെ നോട്ടം നോക്കൂല. ദുനിയാവിന്റെ വിഷയത്തിൽ അധികാരത്തോട് അഭിമാനം വന്നാൽ, അഹങ്കാരം വന്നാൽ, ഞാൻ തലക്കേടില്ലല്ലോ, ഞാൻ നല്ല സൗന്ദര്യമുള്ളവനാണല്ലോ, എന്റെ ശബ്ദം വല്ലാത്ത ശബ്ദമാണല്ലോ, ഞാൻ വലിയ സമ്പന്നനാണല്ലോ, എന്റെ നല്ല കാറുണ്ടല്ലോ, എന്റെ തോട്ടം വലുതാണല്ലോ, എന്റെ ബിസിനസ് വലുതാണല്ലോ, എന്റെ വീട് കൊട്ടാരമാണല്ലോ, എന്റെ കുടുംബം നല്ല കുടുംബമാണല്ലോ, എന്റെ മക്കള് നല്ല പഠിപ്പിസ്റ്റുകളാണല്ലോ, എന്ത് വിഷയത്തിലാണെങ്കിലും അഹങ്കാരം വന്നുപോയാ ആ സൗന്ദര്യം ഒഴിവാക്കുന്നത് വരെ റബ്ബിന്റെ കാരുണ്യം അവനുണ്ടാവൂല. തന്റെ ഉപ്പ സ്നേഹത്തോടെ വാഴ പറയുകയാണ്, അങ്ങനെ ആകണേ ഉപ്പാ. തന്റെ മകള് തലമറക്കാതെ കോളേജുകളുടെ ക്യാമ്പസുകളിലേക്ക് കടന്നു ചെല്ലുമ്പോ അതിനെ പ്രോത്സാഹിച്ച് കടത്തി ചെല്ലുന്ന വാപ്പയാകരുതേ. എന്റെ മോള് ഞാൻ നാളെ സ്വർഗത്തിൽ പോകുമ്പോ എന്റെ മകളും എന്റെ കൂടെ സ്വർഗത്തിൽ വരണമെന്ന് ആഗ്രഹമുള്ള വാപ്പയാണോ? മോളെ തലമറഞ്ഞു പോകണേ, ഔറത്ത് വെളിവാക്കാതെ പോകണേ. ആൺകുട്ടികൾ മുടികൾ ഇങ്ങനെ വളർത്തി ജീവിക്കുമ്പോ അതിന് പ്രോത്സാഹനം കൊടുക്കാതെ നീ നല്ല രീതിയിൽ ദീനിയായ ജീവിതം നയിക്കണേ. മക്കള് നിസ്കരിക്കാതെ സുബഹിക്ക് കിടന്നുറങ്ങുമ്പോ എന്റെ മകനല്ലേ കിടന്നോട്ടെ എന്നുള്ള ഭാവം വേണ്ട. നാളെ സ്വർഗത്തിൽ പോകുമ്പോ എന്റെ മകൻ നരകത്തിലേക്ക് പോകണമെന്ന് ആഗ്രഹമുള്ള ഉപ്പന്മാരുണ്ടോ? എന്റെ മോൻ നാളെ നരകത്തിലേക്ക് പോകട്ടെ എന്നാഗ്രഹിക്കുന്ന ഉമ്മമാരുണ്ടോ? ഒരിക്കലും ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് തണുപ്പുണ്ട് എന്ന കാരണം കൊണ്ട്, രാത്രി വൈകിട്ടാണ് ഉറങ്ങിയതെന്ന കാരണം കൊണ്ട്, മകന് എക്സാം ഉണ്ടെന്ന കാരണം കൊണ്ട് നിസ്കാരം ഖളാ ചെയ്യരുതേ, നിസ്കാരം ഖളാ ചെയ്യാൻ അനുവദിക്കരുതേ. ഫാഷനുകളുടെ പിന്നാലെ സംസ്കാരം മറന്നുപോകുന്നൊരു സ്വഭാവം നമ്മുടെ വാദപ്പുണിയിൽ ഒരു പെൺകുട്ടിക്കും ഉണ്ടാകാൻ പാടില്ല, ഒരാൺകുഞ്ഞിനും ഉണ്ടാകാൻ പാടില്ല, ഒരു യുവാക്കൾക്കും ഉണ്ടാകാൻ പാടില്ല. അല്ലാഹു തആല അന്നലക്കുള്ള നാടാക്കി തീർക്കുമാറാകട്ടെ. അതിന് പ്രവർത്തിക്കേണ്ടത് വാപ്പയും ഉമ്മയുമാണ്. നാളെ ആഖിറത്തിൽ ചെല്ലുമ്പോ നിന്റെ മക്കളെ വളർത്തിയതിന് ദോഷമുണ്ടെന്ന് റബ്ബ് ചൂണ്ടിക്കാണിച്ചാൽ വിരലുകടിച്ചു കാര്യമില്ല. ദീനുള്ള ജീവിതം നയിക്കുന്നവരാകണേ. അങ്ങനെ പിരിശത്തോടെ നല്ല സ്നേഹത്തോടെ വാഴ പറയണം. അല്ലാതെ ചൂടായി മക്കളോട് പഠിപ്പിക്കേണ്ടതല്ല. മക്കളെ സ്നേഹിച്ചുകൊണ്ട് വാഴ പറയണം. മക്കളെ നല്ല സ്നേഹത്തോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതുപോലെ നല്ല രീതിയിൽ വാഴ പറഞ്ഞാൽ, നല്ല രീതിയിൽ ഉപദേശം പറഞ്ഞാൽ മക്കള് നന്നാകുമെന്നതിന് സംശയമില്ല. അല്ലാഹു തആല നന്നാക്കി തരട്ടെ. മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു തന്റെ മകൾക്ക് എന്തോ ഒരു അഭിമാനം വന്നുവെന്ന് സംശയം വന്നപ്പോ മകളെ വിളിച്ചുകൊണ്ട് ബഹുമാനത്തോടുകൂടെ സ്നേഹത്തോടെ വിളിച്ചു പറയാണ്, അല്ല മോളെ, ദുനിയാവിനെ ആഗ്രഹിച്ചു നടക്കല്ലേ, നന്നാകണേ മോളെ എന്നങ്ങ് പറഞ്ഞപ്പോൾ ആ മകളാണെങ്കിലോ വലിച്ച് കാറി തുപ്പിയില്ല. വാപ്പന്മാര് ഉപദേശം പറയുമ്പോ വാപ്പയുടെ മുഖത്ത് നോക്കി അടിച്ചു സംസാരിക്കുന്ന മക്കളുണ്ടോ? ജീവിതത്തിൽ ബറക്കത്തുണ്ടാവൂല. ആ
ആഖിറത്തില് ബറക്കത്തുണ്ടാവൂല. ആ മകളതാ അടിച്ചങ്ങ് സംസാരിക്കുന്നില്ല. നിങ്ങൾ നിങ്ങളെ പണി നോക്കി വാപ്പാ, നിങ്ങൾക്കറിയില്ല ഇന്നത്തെ കാലം ജെൻസികളുടെ കാലമാണ്. ഇത് നല്ല ആൽഫ ജനറേഷൻസുകളുടെ കാലമാണ്. നിങ്ങൾ ജീവിച്ച കാലമല്ല, ഇത് വല്ലാത്ത ആൽഫ ജനറേഷൻസുകളാണ്. AI സംവിധാനങ്ങൾ വളർന്നു നിൽക്കുന്ന സംവിധാനങ്ങളാണ്. ജെൻസികളുടെ കാലമാണ്. ഞങ്ങൾ യോയോകളാണ്. നമ്മളോട് വാല് പറയാൻ നിങ്ങൾക്ക് സമയമായിട്ടില്ല എന്ന് മറുത്തു സംസാരിക്കുന്ന സ്വഭാവം വരുതേ. മാതാപിതാക്കളോട് ഉസ്താദന്മാരോട് സൗമ്യമായി പെരുമാറാൻ പഠിക്കണേ. പക്ഷേ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയാൻ, എന്റെ വാപ്പ എനിക്ക് ഉപദേശം പറഞ്ഞപ്പോ, എന്റെ വസ്ത്രത്തോട് എന്റെ വാപ്പ ഉപദേശം പറഞ്ഞപ്പോ മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹ പറയാൻ, ഫനസഅതുഹു ഫതസദ്ദഖ്തു ബിഹി, ഞാൻ ആ സമയത്ത് തന്നെ ആ വസ്ത്രം ഊരിയെടുത്തു. ഞാൻ ആശയോടെ വാങ്ങിയ, ഞാൻ ആഗ്രഹത്തോടെ ഇട്ട എന്റെ പുതിയ വസ്ത്രം, ആ വസ്ത്രത്തെ ഞാൻ അഴിച്ചുപോയി. ആ വസ്ത്രത്തെ അഴിച്ചുകൊണ്ട് ഞാൻ ആ വസ്ത്രം പാവപ്പെട്ടവർക്ക് സ്വതക്ക ചെയ്തു പോയി. ഇതാണ് വഅദ്. സുബ്ഹാനല്ലാഹ്, നാം പറയുന്ന വഅദ് വഅദാണോ? നമ്മുടെ വഅദുകൾ മനസ്സിലേക്ക് കയറുന്നില്ല. വഅദിങ്ങനെ കേൾക്കുന്നു, വീട്ടിൽ പോയപ്പോഴേക്ക് വഅദ് മറന്നു പോകുന്നു. പക്ഷേ സിദ്ദീഖ് തങ്ങളുടെ വഅദ് അത് ഖൽബിൽ നിന്നുള്ള വഅദാണ്. ആ വഅദ് പറഞ്ഞപ്പോൾ തന്നെ മകളുടെ മനസ്സിൽ മാറ്റം സംഭവിച്ചു പോയി. അങ്ങനെയുള്ള വഅദാകണം. അല്ലാഹു തആല നമ്മുടെ സംസാരങ്ങളെ അങ്ങനെയുള്ള സംസാരമാക്കി തീർക്കുമാറാകട്ടെ. അർഹമുർ റഹീമീനായ റബ്ബേ, റജബ് എന്ന വ്യത്യാസമില്ലാതെ, ശഅബാൻ എന്ന വ്യത്യാസമില്ലാതെ ധാരാളം പാപങ്ങൾ ചെയ്തു പോയവരാണ് അല്ലാഹ്. നിന്നോട് ധിക്കാരമുള്ളത് കൊണ്ടല്ല അല്ലാഹ്. അപ്പൊ ചീരണി ഇവിടെ സദസ്സിൽ തന്നെയാണ് കൊടുക്കുന്നതെന്ന് സംഘാടകർ അറിയിച്ചിട്ടുണ്ട്. അവിടെ നിന്നാ നല്ല തിരക്കുണ്ടാവും. അതുകൊണ്ടാണ് സംഘാടകർ ഇവിടെ സദസ്സിൽ ഇരുന്നവിടെ തന്നെ ചീരണി കൊടുക്കാമെന്ന് ഉദ്ദേശിച്ചത്. അതുകൊണ്ട് എല്ലാവരും, റോട്ടിലുള്ള എല്ലാവരും ഇവിടേക്ക് കടന്നു വരണം. അല്ലാഹു തആല നല്ല സഹകാരമുള്ള സ്വഭാവം അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. അതുകൊണ്ട് എല്ലാവരും സദസ്സിലേക്ക് തന്നെ കടന്നു ചെല്ലണം. അർഹമുർ റഹീമീനായ റബ്ബേ, നിന്നോട് ധിക്കാരമുള്ളത് കൊണ്ടല്ല അല്ലാഹ്, നിന്നോട് ധിക്കാരമുള്ളത് കൊണ്ടല്ല അല്ലാഹ്, ഇബ്ലീസുൽ ലഈനിന്റെ ശർറ് കൊണ്ട് ചെയ്തു പോകുന്നതാണ്. അർഹമുർ റഹീമീനായ റബ്ബേ, നമ്മുടെ ദോഷങ്ങളെക്കാളും നിന്റെ റഹ്മത്ത് വിശാലമാണല്ലോ. നിന്റെ റഹ്മത്ത് വിശാലമാണല്ലോ. അർഹമുർ റഹീമീനായ റബ്ബേ, നിന്റെ റഹ്മത്ത് കൊണ്ട് നമുക്ക് നീ പുറത്തു തരണേ അല്ലാഹ്. മാതാപിതാക്കന്മാരെയും ഉസ്താദന്മാരെയും നാട്ടിലുള്ള ഹിരിയന്മാരെയും നല്ലവരെയും ബഹുമാനിച്ചു ജീവിക്കാൻ ഭാഗ്യമുള്ളവരാക്കണേ അല്ലാഹ്. മാതാപിതാക്കളോട് എതിർത്ത് സംസാരിക്കുന്ന സ്വഭാവം നൽകരുത് അല്ലാഹ്. പെട്ടെന്ന് ചൂടാകുന്ന സ്വഭാവം നൽകരുത് അല്ലാഹ്. നിന്റെ ദീനിയായ വളർച്ച നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, നാഫിയായ ഇൽമ് നീ നമുക്ക് വർദ്ധിപ്പിച്ചു തരണേ അല്ലാഹ്. തന്ന ഇൽമ് നീ നാഫിയാക്കണേ അല്ലാഹ്. അർഹമുർ റഹീമീനായ റബ്ബേ, നിന്റെ റജബിനെയും ശഅബാനിലും നീ നമുക്ക് ബറക്കത്ത് ചൊരിഞ്ഞു തരണേ അല്ലാഹ്. നിന്റെ റജബിലും ശഅബാനിലും ബറക്കത്ത് ചൊരിഞ്ഞു തരണേ അല്ലാഹ്. റമളാനിനെ നീ നമുക്ക് അടുപ്പിക്കണേ അല്ലാഹ്. ഇനിയും ധാരാളം റമളാനുകൾക്ക് സാക്ഷിയാകാൻ നീ നമുക്കും നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദന്മാർ, സ്നേഹിക്കുന്നവർ, സഹകരിക്കുന്നവർ, ഇവിടെ ഒരുമിച്ച് കൂടിയവർ, ഈ പള്ളിയെ സഹായിച്ചവർ, ഇവിടത്തെ ഉസ്താദന്മാരെ സഹായിക്കുന്നവർ, എല്ലാവർക്കും ഭാഗ്യം കൊടുക്കണേ അല്ലാഹ്. അർഹമുർ റഹീമീനായ റബ്ബേ, നമ്മുടെ മാതാപിതാക്കൾക്ക് നീ റഹ്മത്ത് ചൊരിഞ്ഞു കൊടുക്കണേ അല്ലാഹ്.
അവർ നമുക്ക് ചെറുപ്പത്തിൽ റഹ്മത്ത് ചെയ്തതുപോലെ അവർക്ക് നമുക്ക് തിരിച്ചു നൽകാനൊന്നുമില്ല അല്ലാ. നീ നിന്റെ ഖജനാവിൽ നിന്ന് നീ കൊടുക്കണേ റഹ്മാനെ. ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലാ. അവരെയും നമ്മളെയും നീ നിന്റെ സുഖലോക സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. അർഹമുർ റഹീമീനായ റബ്ബേ, നമ്മുടെ സ്വഭാവം നന്നാക്കണേ അല്ലാ. നമ്മുടെ മനസ്സ് ക്ലിയർ ആക്കണേ അല്ലാ. ഞങ്ങളെ കുറിച്ച് ആരുടെ മനസ്സിലും നീ വെറുപ്പിട്ട് കൊടുക്കരുത് അല്ലാ. ആരെക്കുറിച്ചും നീ നമ്മുടെ ഹൃദയത്തിൽ വെറുപ്പ് നൽകരുത് അല്ലാ. എല്ലാവരോടും നല്ല വിചാരമുള്ള വ്യക്തികളാക്കണേ അല്ലാ. റമദാന് കൊണ്ട് വിജയിക്കുന്നവരിൽ പെടുത്തണേ റഹ്മാനെ. നമ്മളിൽ രോഗമുള്ളവരുണ്ട് അല്ലാ. ആജിലായ തമ്മായ കാമിലായ ശിഫാ നൽകണേ അല്ലാ. മാരകമായ രോഗങ്ങളൊന്നും നീ നമുക്ക് നൽകരുത് അല്ലാ. മാരകമായ രോഗങ്ങളൊന്നും വിധിക്കരുത് അല്ലാ. നമ്മുടെ മാതാപിതാക്കൾക്ക് നൽകരുത് അല്ലാ. നമ്മുടെ ഉസ്താദന്മാർക്ക് നൽകരുത് അല്ലാ. മേൽ പറഞ്ഞ ആർക്കും നീ നൽകരുത് റഹ്മാനെ. നമ്മുടെ ശരീരത്തിന് എന്തെങ്കിലും നീ രോഗാണുക്കളെ വിധിച്ചിട്ടുണ്ടെങ്കിൽ ഈ മജ്‌ലിസിന്റെ ബർക്കത്ത് കൊണ്ട് ഈ സമയത്ത് തന്നെ മാറ്റിത്തരണേ അല്ലാ. കീറി മുറിക്കേണ്ട ഒരു ദുരവസ്ഥ നൽകരുത് അല്ലാ. വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ് അല്ലാ. നീ ഞങ്ങളെ നീ അപകടങ്ങളിൽ പെടുത്തിക്കളയല്ല അല്ലാ. അപകട മുസീബത്തുകളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. അപകടങ്ങളിൽ പെട്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, നീ എത്രയും പെട്ടെന്ന് സുഖപ്പെടുത്തണേ അല്ലാ. കടങ്ങൾ വീട്ടിത്തരണേ അല്ലാ. നമ്മുടെ മക്കളെ നീ സാലിഹീങ്ങളാക്കണേ അല്ലാ. ഇരുവീട്ടിലും ഉപകരിക്കുന്ന മക്കളാക്കണേ അല്ലാ. തന്ന മക്കളെ സാലിഹീങ്ങളാക്കണേ റഹ്മാനെ. മക്കളില്ലാത്തവർക്ക് സാലിഹീങ്ങളായ സന്താനങ്ങളെ നൽകണേ അല്ലാ. കല്യാണം ഉറപ്പിച്ചു വെച്ച ആ പെൺകുട്ടികളുടെ കല്യാണം നീ നല്ല രീതിയിൽ നീ അതിനെ പൂർത്തിയാക്കി തരണേ അല്ലാ. അല്ലാഹുവേ, കല്യാണ പ്രായമെത്തിയവർക്ക് കുഫൂവത്ത ഇണകളെ നൽകണേ അല്ലാ. നമ്മളിൽ നിന്ന് മരിച്ചുപോയ എത്ര ആൾക്കാരുണ്ട് അല്ലാ. ഈ ബാദപ്പണി പള്ളിയെ സഹായിച്ച, ഈ ജമാഅത്തിന് സഹകരിച്ച എത്ര ആൾക്കാരിന്ന് ഖബറിലാണ് റഹ്മാനെ. ഇവിടെ ഇരുന്ന എത്ര ആൾക്കാരുടെ ഉമ്മയും വാപ്പയും ഖബറിലാണ് അല്ലാ. അല്ലാഹുവേ, നമ്മുടെ ഉപ്പാപ്പ ഉമ്മാമന്മാർ ഖബറിലാണ് അല്ലാ. റഹ്മാനെ, നാം പറഞ്ഞതിന്റെ മിസ്ലു സവാബ് അവരിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. അവരുടെ ഖബർ നീ സന്തോഷത്തിലാക്കണേ റഹ്മാനെ. ഈ പള്ളി നിർമ്മാണത്തിന്റെ മിസ്ലു സവാബ് നീ അവരിലേക്ക് എത്തിച്ചു കൊടുക്കണേ അല്ലാ. ഈ പള്ളിയുടെ ആദ്യകാലത്ത് സഹകരിച്ചവർ ഇന്ന് ഖബറിലാണ്. അവർക്ക് നീ സമാധാനം കൊടുക്കണേ അല്ലാ. നമ്മുടെ ആത്തുബത്ത് നന്നാക്കണേ അല്ലാ. നമ്മുടെ അന്ത്യം സമാധാനത്തിലാക്കണേ അല്ലാ. നാം ചെയ്യുന്ന തെറ്റു കാരണം, നാം പ്രവർത്തിക്കുന്ന ഹറാമു കാരണം നമ്മുടെ ഖബർ നീ കുടുസാക്കല്ല അല്ലാ. നമ്മുടെ അന്ത്യം മോശമാക്കരുത് അല്ലാ. ഈമാനോടുകൂടെ സലാമത്താക്കണേ അല്ലാ. اللهم بارك لنا في رجب وشعبان وبلغنا رمضان. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. وبفضل صلى الله على سيدنا محمد صلى الله عليه وسلم. صلى الله على سيدنا محمد صلى الله عليه وسلم. اللهم صل على سيدنا محمد يا رب صل عليه وسلم.